അറിയില്ല, കുട്ടിക്ക് അളവ് ഇങ്ങനെ ഇപ്പൊ തന്നെ തുടങ്ങിയോളൂ കളവറച്ചിൽ, എന്താ ഇപ്പൊ ഇത് കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ എന്തായി, സാരല്ലിട്ട മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൂപ്പര് പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് വരികയാണ്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നീ ഒന്ന് കിടക്കണം, അതുകൊണ്ട് ഞാൻ വിശ്രമിക്കുകയാണ്, ആര് വിളിച്ചാലും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആര് വിളിച്ചാലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്കൊരു കോങ്കണ്ണുണ്ട്. എന്താണ് കോങ്കണ്ണ്? ഉമ്മ ഇപ്പൊ എന്താ ചെയ്യുന്നത്? കുറച്ച് കഴിഞ്ഞ് ഫോൺ വരുന്നു, ഉമ്മ ഫോൺ എടുക്കുന്നു, ഇല്ലല്ലോ എത്തിയിട്ടില്ലല്ലോ, വന്നാ പറയട്ടോ, അങ്ങോട്ട് വിളിക്കാൻ പറയട്ടോ വെച്ചു. നിങ്ങൾ പറയും കുട്ടി ഇനി എന്താ ചെയ്യാൻ? നിങ്ങൾ ഉപദേശിക്കുന്നു കളവ് പറയരുത്, പക്ഷെ ഉമ്മയെ സീരിയസ് ആയിട്ട് കാണുന്നു കളവ് പറയുന്ന ഉമ്മയായിട്ട്. അതുകൊണ്ട് ലൈഫ് മാറേണ്ടത് നമ്മുടെ ജീവിതം മാറിയാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം മാറും. അധികമൊന്നും ഉപദേശത്തിന് നിൽക്കണ്ട. നമ്മുടെ മക്കളോട് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ, നീ എന്നെ പോലെ ആയിക്കോ എന്നുള്ളതാണ്. ഒരു മാതാവ് മകളോട് പറയേണ്ടത്, ഒരു മകനോട് പിതാവ് പറയേണ്ടത്, അല്ലെങ്കിൽ മോളോട് പിതാവ് പറയേണ്ടത് നീ എന്നെ പോലെ ആയിക്കോന്ന. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? മോനെ നീ എന്തായാലും എന്നെ പോലെ ആവണ്ടട്ടാ. ഞാനോ, ബാക്കി നിങ്ങളോട് പറഞ്ഞാളേ എന്താ പറഞ്ഞെന്നുള്ളത്. ഞാനോ ഇങ്ങനായി എന്ന് അച്ഛന്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കേൾക്കും, ഉമ്മാന്റെ അടുത്തുനിന്ന്, പിന്നെ മാതാവിന്റെ അടുത്തുനിന്ന് കേൾക്കല്, കുടുക്ക അങ്ങോട്ട് എടുത്തേക്കുമ്പോൾ ചട്ടി ഇങ്ങോട്ട് എടുത്തേക്കുമ്പോൾ മക്കളെ ഞങ്ങളെന്നെ എങ്ങനായിട്ടാ, ഞങ്ങളെ മാതിരി നിങ്ങളാവണ്ടട്ടാന്ന്. അപ്പൊ ഈ കുട്ടിക്ക് മനസ്സിലായി ഉപ്പന്റെ പോലെ ആകണ്ട, ഉമ്മന്റെ പോലെ ആകണ്ട, പിന്നെ ആരെ പോലെ ആകണം? അപ്പോഴാണ് ഓവാലത്തിൽ വരുന്നത് ശുക്കൂർ വിളിക്കുക, മോനെ വാ, എന്റെ യു ബ്ലൈൻഡ്ലി ഒബേ മീ, ഇന്നനുസരിച്ചു. ഞാൻ കണ്ടില്ല സ്കൂൾ പോണില്ല, ഞാൻ കണ്ടില്ല കോളേജിലേക്ക് പോകുന്നില്ല, അവിടെ എന്നെ പോലെ ആയിക്കോ. ആദ്യമായിട്ട് ജീവിതത്തിൽ അവനോട് എന്നെ പോലെ ആയിക്കോ എന്ന് പറയുന്നത് ശുക്കൂറാണ്. അന്ന് മുതലും അവൻ ഓവാലത്തുമലായി. ഓവാലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എവിടെയായി? അവിടെയാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡലായി നിന്ന് കൊടുക്കണം. അവിടെയാണ് ഇമോഷന്റെയും സ്പിരിച്വാലിറ്റിയിലെയും സ്പിരിച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ഏറ്റവും പരമപ്രധാനം കിടക്കുന്നത്. ഇത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, ഇത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. These are the four factors of education. We, the people, absolutely believing that, or we have to believe that physical education is relating to our heart. Physical education is relating to our body. Then intellectual education is relating to our brain. Emotional education is relating to our heart. The absolutely spiritual education is relating to our soul. These are the four factors of education. നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ ബ്രെയിനുമായിട്ടാണ് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷന് ബന്ധം, നമ്മുടെ ശരീരവുമായിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷന് ബന്ധം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിന്റെ ബന്ധം ഇമോഷനാണ്, നമ്മുടെ ആത്മാവിന്റെ ബന്ധം സ്പിരിച്വാലിറ്റിക്കാണ്. ഇത് നാലും ഒരു കുട്ടിക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ആ കുട്ടിയാകുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അവന് പറ്റണം. അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗം. ഹൈന്ദവർക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനുണ്ട്. ഓം സഹനാഭവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. അവരുടെ വേദങ്ങളിൽ പറയുന്നതാണ്. ഓം സഹനാഭവതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. ഞങ്ങൾ പഠിച്ചത് തെളിഞ്ഞു വരട്ടെ, ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, വിദ്വേഷമില്ലാത്തൊരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കട്ടെ, ലോകത്തിൽ മുഴുവനും സമാധാനമുണ്ടാകാൻ ഞങ്ങൾ ഹേതുകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ഒരു ഹൈന്ദവ സഹോദരിക്ക് മറ്റൊന്നാകാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി, അബ്സൊല്യൂട്ട് സ്പിരിച്വാലിറ്റി. മുഴുവൻ മനുഷ്യരെ സ്നേഹിക്കാനാണ്. വസുദൈവ കുടുംബകം, ലോകമേ തറവാട് എന്നാണ് ഹൈന്ദവ മതം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ അവർക്ക് മറ്റൊന്നാകാൻ കഴിയില്ല, ആ കുട്ടികൾക്ക് മറ്റൊന്നാകാൻ കഴിയില്ല. ഈ ലോകത്തിൽ ഇവിടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥാനം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് മറ്റൊന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഓരോ നിസ്കാരത്തിനും ഇപ്പോൾ ബാങ്ക് കൊടുത്തു, നമ്മൾ പോയി നിസ്കരിക്കും, വീട്ടിൽ പോയിട്ടാണെങ്കിലും ഇവിടെ പോയിട്ടാണെങ്കിലും നിസ്കരിച്ച ഉടനെ നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം. ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക റബ്ബനാ വതആല യാ ദൽ ജലാലി വൽ ഇക്റാം. ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്